ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സോയ ചങ്ക്സ് മസാല റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാല റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ സൈസിലുള്ള സോയ ചങ്ക്സ് ആണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം. നല്ല ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് കുതിർത്ത് വെക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ മുകളിലേക്ക് വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റൊക്കെ ഇതിവിടെ സോക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫ് ചേർക്കാം. പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, സാധാരണ ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ നമുക്കിത് തിളപ്പിക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നോക്കിയിട്ട് വെള്ളമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. സോയ ചങ്ക്സ് ഞാനിവിടെ 20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഊറ്റിയിട്ട് മാറ്റി വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. എന്നിട്ട് അതിന് ശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ 2-3 തവണ ഇതുപോലെ ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ആ സോയ ചങ്ക്സിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല, നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് 2 ഏലക്കായ, 3 ഗ്രാമ്പു, 1 സ്റ്റാർ അനീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ 6-7 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല. ചുവന്നുള്ളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ചുവന്നുള്ളിയും സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടിയിട്ടുകൊണ്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇപ്പോൾ തക്കാളി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്ഥിരം ഇൻഗ്രീഡിയൻ്റ് തന്നെ പഞ്ചസാര, 1 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ 2 തവണയൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല പേസ്റ്റൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് ചെറിയ സൈസിലുള്ള സോയാ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ ഒന്ന് തന്നെ 2, 3 കഷ്ണങ്ങളൊക്കെ ആക്കിയെടുക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ മസാല സോയാ ചങ്ക്സിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാലയും ചേർക്കണം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കണം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് അടച്ചു വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടച്ച് വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ തുറന്ന് വെച്ചുകൊണ്ട് 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതിയാവും. ഇത് നല്ല എരിവുള്ളൊരു മസാലയാണ്. അപ്പോൾ എരിവ് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പാകത്തിൽ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ വേറെയും കുറച്ച് സോയാ ചങ്ക്സ് റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്